നമസ്കാരം. ഞാൻ ബോസ്കോ കളമശ്ശേരി. ഈ ഞാൻ കാല് കഴുകിയതുണ്ടോ, വെള്ളത്തിൽ കാല് കഴുകിയ ഈ വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാവും. കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻ്റുണ്ട്. അതായത് ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടുപോകുമ്പോൾ അത് കേരള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൽ നിന്നും എടുത്ത് മാത്രമേ വീടുകളിൽ സപ്ലൈ, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ വീടുകളിൽ എവിടെയാണെങ്കിലും ഫ്ലാറ്റുകളിൽ എവിടെയാണെങ്കിലും സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. അത് ആ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ ശക്തനായ ഒരു മന്ത്രിയും അവരുടെ പാർട്ടി നേതാവ് എന്ന് വെറുതെ ഒന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല, പ്രളയ ഫണ്ട് തട്ടിപ്പിലെ ഗുണ്ടാ നേതാവും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ശക്തനായ മുൻ ചെയർമാനായിരുന്ന കോൺഗ്രസിലെ ശക്തരായ നേതാക്കന്മാരും കൂടി കൂടിയിട്ട് എറണാകുളം ജില്ലയിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും മലിനയിൽ കാല് കഴുകിയ വെള്ളമാണ് എല്ലായിടത്തും എത്തുന്നത്. വെറുതെ പറഞ്ഞതല്ല, ഞാൻ തെളിവ് സഹിതമാണ് പറഞ്ഞത്. കാരണം ടാങ്കർ ലോറിയിൽ പോകുന്ന വീഡിയോസും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം ഇത്രയും ഈ വെള്ളത്തിൽ നിന്നും ഇത്രയും ബാക്ടീരിയകളും എല്ലാം ഉള്ളപ്പോഴാണ് ഈ കളമശ്ശേരിയെ പോലെയുള്ള ഒരു സ്ഥലത്ത് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുമ്പോൾ ആണ് ഇവിടെ നിന്നും ഇതേപോലെയുള്ള വെള്ളം ശുദ്ധമായ കുടിവെള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സപ്ലൈ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഒരു 56 കുടുംബം ഹോസ്പിറ്റലിൽ ചികിത്സ തേടി ഉറപ്പുണ്ടോ, വയറിളക്കം, കോളറ ഒക്കെ ആയിട്ട്. അപ്പോഴൊക്കെ ഇവർ ഈ പറയുന്ന ഇതേ പ്രവൃത്തിയാണ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ശരിയാകും? എന്നിട്ടോ പരാതി കൊടുത്താൽ നടപടി എടുക്കത്തില്ല, കൗൺസിലിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കോൺഗ്രസ് നേതാവ് ഇങ്ങനെ, നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ടട്ടാ, അങ്ങേരെ നിനക്കറിയാല്ല, ഗുണ്ടയാണ്, മാഷയുള്ള സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി വിളിച്ചാൽ വരും, നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോരുതിട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണി. എന്തായാലും ഞാൻ കൊടുത്ത പരാതിയിൽ കളമശ്ശേരി നഗരസഭ പുല്ല് വില കൽപ്പിക്കുകയും ഈ 2 വർഷമായിട്ട് കൗൺസിൽ തീരുമാനം പോലും എടുക്കാതെ കൗൺസിൽ തീരുമാനത്തിന് വെച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞ് കൗൺസിലിൽ ആ ഫയൽ അവിടെ പൂഴ്ത്തി വെച്ച് അതിൽ നിന്നും പുട്ടടിച്ച് ഇവരൊക്കെ കൂടി പുട്ടടിച്ച് പാർട്ടി ഫണ്ടിലേക്ക് തകൃതിയായി ഫണ്ട് മേടിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ വെള്ളം കുടിക്കണോ കുടിക്കണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ജനസേവനത്തിന് വേണ്ടിയല്ല, അധികാരത്തിനും ജനങ്ങളെ ആരോഗ്യസ്ഥിതി വഷളാക്കി ഹോസ്പിറ്റലിൽ നിന്നും കമ്മീഷൻ മേടിക്കുന്നതിനും വേണ്ടിയാണ്. കാരണം ഇവരുടെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടിയ ഫണ്ടുകൾ നിങ്ങൾക്കറിയാലോ. 2022 ബൈ ഇലക്ഷനിൽ മത്സരിച്ചതാരാ? ഡോക്ടർ. എന്തിനാണ് ഡോക്ടർ മത്സരിക്കുന്നത്? ഏറ്റവും വലിയ അവയവ കച്ചവടമാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇതിലും നന്നായി ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. എന്തായാലും ടാങ്കറിൽ കൊണ്ടുപോകുന്ന കുടിവെള്ളം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന വെള്ളം ശുദ്ധമല്ല എന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മന്ത്രിയും ബാക്കി എല്ലാവരും കൂടി ഈ പറഞ്ഞ പ്രകസനം നടത്തുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ, ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം HMT കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളിൽ മേടിച്ച എത്ര രൂപയാണെന്നറിയോ? ഒരാൾക്ക് 60, 70, 80 ലക്ഷം. അപ്പം അതിൽ നിന്നും മന്ത്രിക്ക് എത്ര കിട്ടിയിട്ടുണ്ട്?
കളമശ്ശേരിയിലെ ശക്തരായ ജനപ്രതിനിധികൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? അതോ സൗജന്യ ചികിത്സ കിട്ടിയതുകൊണ്ടാണോ ഇവരൊന്നും യാതൊന്നും മിണ്ടാതെ ഇപ്പോഴും ഇതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.